ശരി, പി കെ നവാസ്, ഇപ്പോൾ നമ്മൾ ഈ ബൂത്തുകളുടെ കാര്യം നോക്കുമ്പോൾ ഒരിടത്തും നീണ്ട ക്യൂ എവിടെയും കണ്ടിട്ടില്ല. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ബൂത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെ വന്ന് വോട്ട് ചെയ്തു പോകുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. വലിയ നീണ്ട നിര നോക്കി വോട്ടർമാരുടെ ആവേശം എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം നിലമ്പൂരിൽ ഇത്തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ പോളിംഗ് ശതമാനം മോശമെന്ന് പറയാൻ പറ്റില്ല. 5 മണിവരെ 70%, 6 മണിവരെ വരുമ്പോൾ അത് 72% കടന്നിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം കടക്കുമോ? ഇപ്പോൾ നല്ല പോളിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം എന്ന് നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇപ്പോഴും നേരത്തെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പറഞ്ഞ പോലെ 15,000, 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയം എന്ന രൂപത്തിലേക്കൊക്കെ പറയാനായോ? നിങ്ങളുടെ കൂട്ടലും കിഴിക്കലും ഒക്കെ കഴിഞ്ഞോ? അല്ല, കൂട്ടലും കിഴിക്കലും ഒക്കെ ഇന്ന് രാത്രിയോട് കൂടിയാണല്ലോ പൂർത്തീകരിക്കപ്പെടുക. അതിനുശേഷം ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മിറ്റി ചുമതലയുള്ള നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് അത് പറയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ വളരെ സവിശേഷമായൊരു കാര്യമുണ്ട്. ഈ സർക്കാരിനെതിരെയുള്ള സർക്കാർ വിരുദ്ധ സമീപനങ്ങളെ പരിപൂർണമായും എല്ലാ വീടുകൾ കയറിയും ചർച്ച ചെയ്യാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതലേ ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായി 2 അഭിപ്രായങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഇന്ന് വരെയുള്ള സമയങ്ങളിൽ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ രാഷ്ട്രീയം വളരെ കൃത്യമായി ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ സർക്കാരിനെതിരെയുള്ള ക്യാമ്പയിനുകൾ വളരെ കൃത്യമായി നടത്താൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ നേതാക്കന്മാർ പോളിംഗിന് മുൻപേ തന്നെ 15,000 വോട്ടിന് മുകളിലേക്ക് ഞങ്ങൾ ജയിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾ പ്രകടിപ്പിച്ചത്. അത്രമേൽ അടിത്തട്ടിൽ അത്രമേൽ ജനവികാരം ഇളകി നിൽക്കുന്നുണ്ട്. സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി അരുൺകുമാർ ഉൾപ്പെടെ പറഞ്ഞു, ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചു അത് ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ് എന്ന്. ആ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മുഖ്യമന്ത്രി എല്ലാ പഞ്ചായത്തുകളിലും നേരിട്ട് വന്ന് ഇലക്ഷൻ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തിട്ട് ഇത് എൻ്റെ സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്നൊരു വാചകം മുഖ്യമന്ത്രി പറഞ്ഞതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സ്മൃതി എവിടെയും കണ്ടെങ്കിൽ അത് പറയണം. ആത്മവിശ്വാസത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് ഭരണപക്ഷത്തിൻ്റെ നേതാവ്, ആ ഭരിക്കുന്ന കക്ഷിയുടെ നേതാവായി മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ശ്രീ പിണറായി വിജയൻ ഈ ക്യാമ്പയിനിൽ 7 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും പിന്നെ ഇലക്ഷൻ കൺവെൻഷനും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഇത്രയും സമ്മേളനങ്ങളിൽ സംസാരിച്ചിട്ട് ഒരിടത്ത് പോലും ഇതാ എൻ്റെ സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലാതെ പോയതും ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള അടിത്തട്ടിലെ ജനവിരുദ്ധത അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മാത്രമല്ല സ്മൃതി, എല്ലാ തിരഞ്ഞെടുപ്പുകളും കേരളീയ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ച്, രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു പാഠപുസ്തകമാണ്. ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഒരു പാഠപുസ്തകം എന്ന രീതിയിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നമ്മൾ കണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ പരമ്പരാഗതമായി ഇടതുപക്ഷം ചെയ്തു വരുന്ന വർഗീയതയെ ഉപയോഗപ്പെടുത്തലും ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. കാഫിൻ സ്ക്രീൻഷോട്ട് വടകരയിൽ കണ്ടതുപോലെ, നീലപ്പെട്ടി വിവാദം പാലക്കാട് കണ്ടതുപോലെ, ജോർജ് ജോസഫിൻ്റെ വീഡിയോ വിവാദം തൃക്കാക്കരയിൽ കണ്ടതുപോലെ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളുടെ പേരിലുള്ള ചിത്രങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ ഉപയോഗിച്ച പോലെ ഇവിടെയും നമ്മൾ അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു. നോക്കൂ നിങ്ങൾ, PDP എന്ന് പറയുന്ന പാർട്ടി പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പാർട്ടിയാണ്, ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഗോവിന്ദമാഷ് പറയുമ്പോൾ അപ്പുറത്ത് വിജയരാഘവൻ പറയാണ് PDP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടോ, അങ്ങനെ ഒരു പാർട്ടി ഉണ്ട്, ഒരു സംഘടന ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തൊരു വോട്ട് വാങ്ങുകയും മറുഭാഗത്ത് ഞങ്ങൾ അതിനോട് വിയോജിപ്പാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. RSSൻ്റെ വോട്ട് അസാധാരണമായ രൂപത്തിലേക്ക് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് ഞങ്ങൾ കൂടെ ചേർന്നിരുന്നു MV ഗോവിന്ദമാഷ് പറയുക. അപ്പുറത്ത് ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുവിധം അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കുക. ഹിന്ദു സഭയുമായി തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന വിജയരാഘവൻ നേരിട്ട് ചർച്ച നടത്തുക. എന്നിട്ട് സ്വരാജ് പറയാം, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വോട്ടും വേണ്ട എന്ന്. അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ വോട്ട് 2019 വരെ ഈ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്ഥിരമായി വാങ്ങുക, അത് അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ വർഗീയവാദികളാണ് എന്ന ക്യാമ്പയിൻ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമുക്കറിയാലോ, വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രസ് കാർഡിനകത്ത് പറയുക, ഞങ്ങൾ ഇതൊക്കെ തീർത്തിട്ടുണ്ട്, ഞങ്ങൾ ഇതൊക്കെ പരിഹരിച്ചതാണ്, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേമന്മാരാണ് എന്ന് പറയുക. എന്നാൽ അവിടെ ഇലക്ഷൻ സമയത്ത് ആന വിഷയവും പുലി വിഷയമൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് ഞങ്ങളുടെ വിഷയമൊന്നും, അത് കേന്ദ്രത്തിൻ്റെ വിഷയമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുക. അനന്തു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പന്നിക്കണിയിൽ കുടുങ്ങി പന്നിയിറച്ചി വിൽപ്പനക്കാരൻ്റെ കെണിയിൽ കുടുങ്ങി മരണപ്പെട്ടു പോകുമ്പോൾ അത് ഗൂഢാലോചനയാണ് എന്ന് മന്ത്രി തന്നെ നേരിട്ട് പറയുക. അത് കോൺഗ്രസ്സുകാരനാണെന്ന് വെറുതെ പറഞ്ഞു പോവുക, അതിനൊരു തെളിവും ഉണ്ടാവുന്നില്ല, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ഏറ്റവും അവസാനം ഇന്ന് ശ്രീ VV പ്രകാശിൻ്റെ കുടുംബം അവർ വോട്ട് ചെയ്യാൻ വരില്ല എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയും മുൻ MLA KK ലതിക ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക. അവർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആ പോസ്റ്റ് പിൻവലിക്കുക. വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന വസ്ത്രം കറുത്ത വസ്ത്രമാകുമ്പോൾ അവർ പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക. പത്രക്കാരെ കണ്ട് അവർ പറയുന്നു, ഞങ്ങൾ കോൺഗ്രസ് കുടുംബമാണ്, ഞങ്ങളുടെ വോട്ട് UDFനാണ് എന്ന് പറയുമ്പോൾ ആ വിഷയം കൈയൊഴിയുക. എന്ന് വെച്ചാൽ നിരന്തരമായി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സമീപനം. അതിന് വർഗീയതയോട് താരതമ്യപ്പെട്ടാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഗാന്ധിയെ കൊന്ന ഹിന്ദു മഹാസഭ
നിയമസഭയോട് ചർച്ച നടത്തിയാലും കുഴപ്പമില്ല, RSSനോട് ചേർന്നില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയും ഇല്ലാത്ത ഒരു പ്രചരണമാണ് CPM നടത്തിയത് ഈ തിരഞ്ഞെടുപ്പിൽ എന്ന കാര്യം നമുക്കൊക്കെ ബോധ്യമുണ്ട്. നമുക്കറിയാലോ, ഒരു പഞ്ചായത്ത് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ബേജാറിലാണല്ലോ TP ചന്ദ്രശേഖരനെ വെട്ടിനുറുക്കി കൊന്നത്. അങ്ങനത്തെ ഒരു കൂട്ടർ നിയമസഭ ജയിക്കാൻ ഇതിലും വലിയ കാര്യങ്ങൾ പറയും. നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്തിരുന്നത് പിണറായി വിജയൻ ആയിരുന്നില്ലല്ലോ, വെള്ളാപ്പള്ളി നടേശനിലെ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, തിരഞ്ഞെടുപ്പ് വോട്ടുകൾ പെട്ടിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തിരഞ്ഞെടുപ്പുകളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മലയാളി കൃത്യമായ പഠനം നടത്തണം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കോൺഫിഡൻറ്റ് 2026 പൊതു തെരഞ്ഞെടുപ്പിലേക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും പോകുമ്പോൾ ആ തിരഞ്ഞെടുപ്പിന് മുൻപേയുള്ള തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഈ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധമായ എല്ലാ നയങ്ങളെയും ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ കൃത്യമായി ആസൂത്രിതമായി ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു ക്യാമ്പയിൻ നടത്താൻ കഴിഞ്ഞു, ഐക്യത്തോടെ ഒരു തിരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. 2 ദിവസം കഴിഞ്ഞ് നമുക്കത് കൃത്യമായി ബോധ്യപ്പെടും. അരുൺകുമാർ, അതിനൊരു മറുപടി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.